നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്തി. പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറിയായ 26-കാരൻ PU സനൂപാണ് മരിച്ചത്. അക്രമത്തിന് പിന്നിൽ BJP ആണെന്ന് CPM ആരോപിച്ചു. തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ തർക്കങ്ങൾ നിലനിന്നിരുന്നോ? കിരൺ, ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മരത്തങ്കോട് ചിറ്റ്ലങ്ങാട് പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. PU സനൂപ്, ഇയാൾക്ക് 26, പേരാലിൽ ഉണ്ണിയുടെ മകൻ PU സനൂപ്, ഇയാൾക്ക് 26 വയസ്സുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 3 CPM പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിപിൻലാൽ, ജിത്തു, അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ 3 പേരും ഇപ്പോൾ ആശുപത്രിയിലാണ്. അതായത് ആദ്യം ഇവർ ബൈക്കിൽ മിഥുൻ എന്ന ഒരു സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവിടാൻ ബൈക്കിൽ പോവുകയായിരുന്നു. അപ്പോൾ ഏതാനും ചിലർ മദ്യപിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഈ ബൈക്കിൽ പോവുകയായിരുന്ന അപ്പോൾ വാക്കേറ്റം ഉണ്ടാവുകയും ഇവർ അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഇവർ കാറിൽ പിന്തുടർന്നെത്തി കൊലപ്പെടുത്തി എന്നാണ്, സനൂപിനെ കുത്തി കൊലപ്പെടുത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സനൂപ് തൽക്ഷണം സ്പോട്ടിൽ വെച്ച് തന്നെ മരണമടഞ്ഞു. മറ്റു 3 പേരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ RSS ആണ് എന്നാണ് പ്രാദേശികമായ CPM നേതാക്കൾ പറയുന്നത്. സുവിയാണ് വിവരങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ ക്രമക്കേട് കേസിൽ ലൈഫ് മിഷൻ CEO UV ജോസിനെ CBI ഇന്ന് ചോദ്യം ചെയ്യും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 പ്രധാന രേഖകളുടെ ഒറിജിനലുമായി ഹാജരാകാനാണ് CBI നിർദ്ദേശം. രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട 6 രേഖകളുടെ ഒറിജിനൽ ഹാജരാക്കാനാണ് പദ്ധതിയുടെ CEO കൂടിയായ UV ജോസിനോട് CBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിങ്ങനെ: റെഡ് ക്രസന്റും ലൈഫ് മിഷനും തമ്മിലുള്ള MOU, ലൈഫ് മിഷന്റെ ഭാഗമായുള്ള വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റും ഹെൽത്ത് സെന്ററും സംബന്ധിച്ച വിവരങ്ങൾ, വടക്കാഞ്ചേരിയിലെ ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭയുടെയും KSEBയുടെയും രേഖകൾ, യൂണിടാക്കും സെയിന്റ് വെഞ്ചേഴ്സും ലൈഫ് മിഷനുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്ററും ലൈഫ് മിഷൻ പദ്ധതിയുമായുള്ള ബന്ധം, ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കരാർ മുതൽ കമ്മീഷൻ ഇടപാട് വരെ മൊത്തം ക്രമക്കേടുണ്ടെന്നാണ് CBIയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയത്. UV ജോസിനെ ചോദ്യം ചെയ്തതിന് മുന്നോടിയായി പദ്ധതിയുടെ ഉപകരാർ ലഭിച്ച യൂണിടാക്കിന്റെ MD സന്തോഷ് ഈപ്പൻ, ഭാര്യ സീമ സന്തോഷ്, ലൈഫ് മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ലിൻസ് ഡേവിഡ് എന്നിവരെ CBI ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വപ്ന സുരേഷിന് 3.8 കോടി രൂപയും സന്ദീപ് നായർക്ക് 63 ലക്ഷം രൂപയും കമ്മീഷൻ തുകയും നൽകിയതായി സന്തോഷ് ഈപ്പൻ ഹർജിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. UAE കോൺസൽ ജനറൽ നിർദ്ദേശമനുസരിച്ചാണ് പണം നൽകിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വപ്ന ഐഫോൺ സമ്മാനിച്ചുവെന്നും സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയിരുന്നു. സ്വപ്ന ആവശ്യപ്പെട്ടത് പ്രകാരം 5 ഐഫോണുകൾ വാങ്ങി നൽകിയതിൻ്റെ ബില്ലും കോടതിയിൽ ഹാജരാക്കി. നേരത്തെ ഇതേ ആവശ്യവുമായി ലൈഫ് മിഷൻ നൽകിയ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരുന്നു. CBI അന്വേഷണം തുടരട്ടെ എന്ന വാക്കാൽ പരാമർശിച്ചാണ് കോടതി ഹർജി ഫയൽ സ്വീകരിച്ചത്. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. നാളെ ബംഗളൂരു ശാന്തിനഗറിലെ ഓഫീസിൽ ഹാജരാകാൻ ബിനീഷിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലഹരിമരുന്ന് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ബിനീഷ് വൻതോതിൽ സാമ്പത്തിക സഹായം ചെയ്തുവെന്ന് അനൂപ് മുഹമ്മദ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു. ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചായിരിക്കും എൻഫോഴ്സ്മെന്റ് ബിനീഷിനോട് പ്രധാനമായും ആരായുക. സംസ്ഥാനത്ത് കോവിഡ് മരണം 836 ഇന്നലെ 23 മരണം. ഈ മരണം കൂടി ചേർത്താണ് 836. 84,497 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 1,44,471 പേർക്ക് രോഗം ഭേദമായി. 725 പ്രദേശങ്ങളാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടായുള്ളത്. തിരുവനന്തപുരത്ത് ഇതുവരെ 247 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്.
കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിതരണം ചെയ്ത PPE കിറ്റിലെ നിറവ്യത്യാസത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കും. കിറ്റിന്റെ ഭാഗമായ ഷൂ കവറിൽ കണ്ട നിറവ്യത്യാസത്തെക്കുറിച്ചാണ് ആശുപത്രി അന്വേഷിക്കുക. നിറവ്യത്യാസത്തെ രക്തക്കറയാണെന്ന് കള്ളപ്രചരണം നടക്കുന്നതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് ആരോപിച്ചു. ഒരു പാക്കറ്റ് PPE കിറ്റിലെ ഷൂ കവറിൽ നിറവ്യത്യാസം കണ്ടെങ്കിലും ഇതേ ബാച്ചിലുള്ള മറ്റു പാക്കറ്റുകൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേസമയം ഉന്നതതല അന്വേഷണം വേണമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ആവശ്യപ്പെട്ടു. ഉപയോഗിച്ച കിറ്റുകൾ തന്നെ വീണ്ടും പാക്കറ്റിലാക്കി അയക്കുന്നുണ്ടെന്നും സതീശൻ പാച്ചേനി ആരോപിച്ചു. കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് 2 മണിക്കൂർ OP ബഹിഷ്കരിക്കുന്ന ഡോക്ടർമാർ ഓൺലൈൻ ക്ലാസുകളും ബഹിഷ്കരിക്കും. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ OP പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംഭവത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് DME ഇന്ന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണി വരെ 2 മണിക്കൂർ എല്ലാ മെഡിക്കൽ കോളേജിലും ഡോക്ടർമാർ OPയും ഓൺലൈൻ ക്ലാസുകളും ബഹിഷ്കരിക്കും. സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമായില്ലെങ്കിൽ നാളെ മുതൽ OP പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് KGMCTA തീരുമാനം. കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് നോഡൽ ഓഫീസറായ ഡോക്ടറെയും 2 ഹെഡ് നഴ്സുമാരെയും സസ്പെൻഡ് ചെയ്തതിനെതിരെ ശനിയാഴ്ച മുതലാണ് ഡോക്ടർമാർ സമരം ആരംഭിച്ചത്. നഴ്സുമാരുടെ സംഘടനയും സമരത്തിലാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വിശദമായ റിപ്പോർട്ട് DMO ഇന്ന് സമർപ്പിച്ചേക്കും. അതേസമയം സമരം പിൻവലിക്കാതെ തുടർ ചർച്ചയില്ലെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തേക്കും. ട്രംപിന്റെ ആരോഗ്യനിലയിൽ വൈറ്റ് ഹൗസ് ആശങ്ക അറിയിച്ചതിനു പിന്നാലെ ആശുപത്രിക്ക് പുറത്ത് മാസ്ക് ധരിച്ച് ട്രംപ് കാറിൽ സഞ്ചരിച്ച് ആരാധകരെ അഭിവാദ്യം ചെയ്തു. എന്നാൽ ട്രംപിന്റെ ഉപദേഷ്ടാവടക്കം എത്ര ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന കൃത്യമായ കണക്ക് പുറത്തുവിടാൻ വൈറ്റ് ഹൗസ് തയ്യാറായിട്ടില്ല. അതേസമയം ലോകത്ത് കോവിഡ് ബാധിതർ 3,53,00,000 മരണം 10,41,000 കടന്നു. ഹത്രാസ് കൂട്ടബലാത്സംഗത്തിനെതിരെ നടക്കുന്ന സമരങ്ങളെ വിമർശിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വികസനം ഇഷ്ടപ്പെടാത്തവർ വംശീയവും സാമുദായികവുമായ കലാപങ്ങൾക്ക് പ്രേരണ നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് യോഗി വിമർശിച്ചു. കലാപങ്ങളുടെ മറവിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുകയാണ് ലക്ഷ്യമെന്നും യോഗി കുറ്റപ്പെടുത്തി. അതേസമയം പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ട UPയിൽ ഇന്നും പ്രതിഷേധം തുടരും. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി പഞ്ചാബിൽ നടത്തുന്ന ട്രാക്ടർ റാലി തുടരുന്നു. 2ാം ദിനമായി ഇന്ന് സംഗ്ലൂർ, പട്യാല ജില്ലകളിലാണ് റാലി പര്യടനം നടത്തുക. പട്യാല അതിർത്തി വഴി റാലിയുമായി നാളെ ഹരിയാനയിലേക്ക് പ്രവേശിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. നാളെയും മറ്റന്നാളുമായി ഹരിയാനയിലെ കർണാൽ, കുരുക്ഷേത്ര ജില്ലകളിൽ രാഹുലിന്റെ റാലി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ട്രാക്ടർ റാലിക്ക് അതിർത്തി കടക്കാൻ അനുമതി നൽകില്ല നിലപാടിലാണ് ഹരിയാന സർക്കാർ. പാലാരിവട്ടം ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണം തുടരും. പാലാരിവട്ടം മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഗർഡറുകൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. പാലത്തിനടിയിലൂടെയുള്ള ഗതാഗതം ഉണ്ടാകില്ല. ബദൽ സംവിധാനമായി പാലത്തിന്റെ ഇരുവശങ്ങളുമായി 2 യു-ടേണുകൾ ഏർപ്പെടുത്തി. ഇന്നലെ മുതലാണ് പാലാരിവട്ടം പാലത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അവധി ദിവസമായതിനാൽ ഇന്നലെ വാഹനങ്ങൾ പൊതുവെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് പ്രവൃത്തി ദിവസമായതിനാൽ തിരക്ക് കൂടാനാണ് സാധ്യത. ഇത് മുൻനിർത്തി ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പോലീസുകാരെ നിയോഗിച്ചു. പാലാരിവട്ടം, കാക്കനാട് എന്നിവിടങ്ങളിൽ നിന്നും സിവിൽ ലൈൻ റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ മേൽപ്പാലത്തിനടിയിലൂടെ കടത്തിവിടില്ല. ഇതിനു പകരമായി പാലത്തിന് ഇരുവശത്തുമായി 300 മീറ്റർ അകലത്തിൽ യു-ടേണിനുള്ള സൗകര്യം ഏർപ്പെടുത്തി. പാലാരിവട്ടം ഭാഗത്തു നിന്നും കാക്കനാടേക്ക് പോകേണ്ട വാഹനങ്ങൾ പാലത്തിന്റെ ഇടപ്പള്ളി ഭാഗത്തുള്ള യു-ടേണിലൂടെ കടന്നു പോകണം. ഇടപ്പള്ളി ഭാഗത്തു നിന്നും വരുന്നവർക്ക് പാലത്തിന്റെ വൈറ്റില ഭാഗത്തും യു-ടേൺ സൗകര്യമുണ്ട്. ഇടപ്പള്ളി ഭാഗത്തു നിന്നും വരുന്നവർക്ക് തൃപ്പൂണിത്തുറ റോഡ് വഴിയും സിവിൽ ലൈനിലേക്ക് ബദൽ മാർഗമുണ്ട്. പാലത്തിലെ ഗർഡറുകൾ നീക്കം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് നടപ്പാക്കുന്നത്. ഇത് വിജയിച്ചാൽ സിഗ്നലുകളടക്കം ഏർപ്പെടുത്തും. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. സഭാതർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് ഓർത്തഡോക്സ് യാക്കോബായ സഭാ നേതൃത്വവുമായി വീണ്ടും ചർച്ച നടത്തും. വൈകിട്ട് 3:30 മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ഇരുവിഭാഗങ്ങളുമായും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ച. അതേസമയം സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഓർത്തഡോക്സ് സഭയും തർക്കമുള്ള ഇടവകകളിൽ ഹിതപരിശോധന വേണമെന്ന ആവശ്യത്തിൽ യാക്കോബായ സഭയും ഉറച്ചു നിൽക്കുകയാണ്. സഭാതർക്കത്തിൽ ഇതാദ്യമായാണ്
ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ഒരുമിച്ചിരുന്നുള്ള ചർച്ച. കഴിഞ്ഞ മാസം ഇരു സഭാ നേതൃത്വങ്ങളുമായി പ്രത്യേകം ചർച്ച നടത്തവേ ഒരുമിച്ചുള്ള ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇന്നത്തെ ചർച്ച കൊണ്ട് തർക്കം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സർക്കാരിനില്ല. എന്നാൽ പ്രശ്നപരിഹാരത്തിന് തുടക്കമിടാമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരുവിഭാഗങ്ങളെയും പിണക്കാതെയുള്ള സമവായം സർക്കാരിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അതേസമയം ഇരുസഭകളും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സർക്കാരിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. തർക്കമുള്ള ഇടവകകളിൽ ഹിതപരിശോധന നടത്തി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളി ഭരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് യാക്കോബായ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസികളുടെ അവകാശം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും യാക്കോബായ സഭ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ യാക്കോബായ സഭ ഇക്കാര്യം മുന്നോട്ട് വച്ചിരുന്നെങ്കിലും ഓർത്തഡോക്സ് സഭ തള്ളിയിരുന്നു. സുപ്രീം കോടതി വിധി പൂർണ്ണമായും നടപ്പിലാക്കാതെ മറ്റൊരു രീതിയിലും സർക്കാരിന് വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഓർത്തഡോക്സ് സഭ. കോതമംഗലം, മണർക്കാട് പള്ളികളുടെ ഭരണം എത്രയും വേഗം വിട്ടുകിട്ടണമെന്ന് മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടും. നേരത്തെ മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്താൻ ആരംഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മോഹിനിയാട്ടം നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ചികിത്സയിൽ കഴിയുന്ന രാമകൃഷ്ണൻ ഇന്ന് ആശുപത്രി വിട്ടേക്കും. അതേസമയം സംഗീത നാടക അക്കാദമിയിൽ നൃത്തപരിപാടി നടത്തുന്നതിൽ ആരെയും അവഗണിച്ചിട്ടില്ലെന്ന് അക്കാദമി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമിയിൽ അപേക്ഷ നൽകാൻ എത്തിയപ്പോൾ മുതൽ ഉണ്ടായ സംഭവങ്ങൾ RLV രാമകൃഷ്ണൻ പോലീസിനോട് വിവരിച്ചു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നായർ നൃത്താവതരണത്തിന് താൽപര്യം പ്രകടിപ്പിച്ചില്ലെന്നാണ് രാമകൃഷ്ണന്റെ മൊഴി. ചെയർപേഴ്സൺ KPSC ലളിത നൃത്താവതരണത്തെ അനുകൂലിച്ചെങ്കിലും നടപടിയെടുത്തില്ല. തന്നെ ആദ്യം അനുകൂലിക്കുകയും പിന്നീട് തള്ളിപ്പറയുകയും പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്ത KPSC ലളിതയുടെ നടപടി ദുഃഖമുണ്ടാക്കി. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് ചാലക്കുടി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം സംഗീത നാടക അക്കാദമിയുടെ ഓൺലൈൻ നൃത്ത പരിപാടി സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്നും ആരെയും അവഗണിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കെ രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. രാമകൃഷ്ണന്റെ അപേക്ഷ സംബന്ധിച്ച് KPSC ലളിത സംസാരിച്ചുവെന്നും അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണിക്കട്ടെ എന്നാണ് മറുപടി നൽകിയതെന്നും രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. രാമകൃഷ്ണന്റെ അപേക്ഷയെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൗണ്ടറിൽ കൊടുത്താൽ മതി. രാമകൃഷ്ണന്റെ അപേക്ഷ സംബന്ധിച്ചാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇയാളുടെ അപേക്ഷ എന്ത് ചെയ്യണം എനിക്ക് വളരെ കാര്യമുള്ള ഒരാളാണെന്ന് അറിയിക്കുന്നത്. കൗണ്ടറിൽ കൊടുത്തിട്ട് പോയാൽ നമുക്കൊന്ന് നോക്കാമല്ലോ. അതിന്റെ തിങ്കളാഴ്ചയൊക്കെ സംഭവങ്ങളാണ്. ആരോഗ്യനില മെച്ചപ്പെട്ട രാമകൃഷ്ണനെ ICUവിൽ നിന്ന് മാറ്റി. ഇന്ന് അദ്ദേഹം ആശുപത്രി വിട്ടേക്കും. എന്നാൽ രാമകൃഷ്ണന് നൃത്തം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചതിനെതിരെ ജനരംഗവേദി ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഘടനകൾ രംഗത്തെത്തി. പുക്കസയുടെ ഫേസ്ബുക്ക് പേജിൽ രാമകൃഷ്ണന്റെ നൃത്തം പോസ്റ്റ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. ചുരം കയറാതെ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴിയാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുക. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 658 കോടി രൂപ ചെലവിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മിക്കുന്നത്. മന്ത്രിമാരായ G സുധാകരൻ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, MPമാർ തുടങ്ങിയവരും പങ്കെടുക്കും. പാലക്കാട് ചമ്മണാമ്പതിയിൽ നിന്നും പറമ്പിക്കുളം തേക്കടിയിലേക്ക് കോളനി നിവാസികളുടെ നേതൃത്വത്തിൽ വഴിവെട്ടൽ സമരം തുടരുന്നു. പതിറ്റാണ്ടുകളായിട്ടും ഈ മേഖലയിലൂടെ റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മൺപാത നിർമ്മാണം. അനുമതിയില്ലാതെ റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതിന് ഇവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ചമ്മണാമ്പതിയിൽ നിന്നും പറമ്പിക്കുളം, തേക്കടി, അല്ലിമൂപ്പൻ കോളനി, 30 ഏക്കർ കോളനി, ഉറവൻപാടി, കച്ചിത്തോട് എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനുള്ള മൺപാതയാണ് കോളനി നിവാസികളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത്. മുതലമട പഞ്ചായത്ത് നിവാസികളായവർക്ക് നിലവിൽ ഈ കോളനിയിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് വരണമെങ്കിൽ തമിഴ്നാട് വഴി 60 കിലോമീറ്ററോളം സഞ്ചരിക്കണം. എന്നാൽ ചമ്മണാമ്പതിയിൽ നിന്നുള്ള കാനനപാതയിലൂടെ 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോളനിയിലെത്താം. ഇതിലൂടെ റോഡ് വേണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായിട്ടും യാഥാർത്ഥ്യമാവാത്തതിനെ തുടർന്നാണ് കോളനി നിവാസികൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത്. അന്നൊരു പെണ്ണ് മരിച്ചു, അതിൽ കൊണ്ടുവരാൻ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടി. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല സാറേ, ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവിടെ തമിഴ്നാട്ടില്. അപ്പൊ ഞങ്ങൾക്ക് ഈ കേരളത്തിൽ കൂടി ഒരു റോഡ് ഉണ്ടെങ്കിൽ
ഞങ്ങൾക്ക് എളുപ്പ കളിയാണിത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് കാട്ടുപാത വെട്ടിത്തിളിക്കുന്നത്. പറമ്പിക്കുളത്തു നിന്നും മുതലമടയിലേക്ക് വരാൻ തമിഴ്നാട് വനം വകുപ്പ് പലപ്പോഴും യാത്രാനുമതി നൽകാറില്ലെന്നും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കേരളത്തിലൂടെ പോകുന്ന റോഡ് വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നെന്മാറ MLA കെ ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും മൺപാത വെട്ടാനുള്ള തീരുമാനത്തിൽ നിന്നും പുറകോട്ടില്ലെന്ന് ഇവർ അറിയിച്ചു. അനുമതിയില്ലാതെ റോഡ് വെട്ടാൻ ശ്രമിച്ചതിന് വനം വകുപ്പ് ഇവർക്കെതിരെ കേസെടുത്തു. കേസെടുത്താലും മൺപാത നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാണ് കോളനി നിവാസികളുടെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. കോളിളക്കം സൃഷ്ടിച്ച കൂടത്തായി കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളി അറസ്റ്റിലായിട്ട് ഇന്നേക്ക് 1 വർഷം. 14 വർഷങ്ങൾക്കിടെ നടന്ന 6 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രതികളും വ്യാജ ഒസ്യത്ത് തയ്യാറാക്കാൻ കൂട്ടുനിന്ന 2 പേരും പിന്നീട് പിടിയിലായിരുന്നു. 14 വർഷത്തിനിടെ ഒരു കുടുംബത്തിലെ 6 പേരുടെ കൊലപാതകം. +2 യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ NIT അധ്യാപികയെ വേഷം കെട്ടിയതും സയനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ ഒന്നൊന്നാകെ കൊലപ്പെടുത്തിയതുമെല്ലാം നടുക്കത്തോടെ കേരളം കേട്ട ദിവസം. മുഖ്യപ്രതി ജോളിയാമ്മ ജോസഫ് എന്ന ജോളി പൊന്നാമട്ടം വീട്ടിൽ നിന്ന് അറസ്റ്റിലായത് 2019 ഒക്ടോബർ 5-ന്. ഒക്ടോബർ 4-ന് അന്വേഷണ സംഘം സെമിത്തേരിയിലെ കല്ലറകൾ നീക്കിയതിനു പിന്നാലെയായിരുന്നു അറസ്റ്റ്. ജോളിക്ക് പിന്നാലെ ഇവർക്ക് സൈനൈഡ് എത്തിച്ചു നൽകിയ ബന്ധു MS മാത്യു, സ്വർണ്ണപ്പണിക്കാരനായ പ്രജികുമാർ എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വ്യാജ ഒസ്യത്തുണ്ടാക്കാൻ സഹായിച്ച CPM കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി E മനോജ് കുമാർ, വ്യാജ ഒസ്യത്ത് സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി അഡ്വക്കേറ്റ് C വിജയകുമാർ എന്നിവരെ പിന്നീട് റോയ് തോമസ് വധക്കേസിൽ പ്രതി ചേർത്തു. 1 വർഷം പിന്നിടുമ്പോൾ 6 കേസുകളിലെയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. 2 കേസുകളിൽ പ്രാരംഭവാദം തുടങ്ങി. പ്രതികളായ ജോളിയും MS മാത്യുവും ഇപ്പോഴും ജയിലിൽ തന്നെ. 3-ാം പ്രതി പ്രജികുമാറിനും മറ്റുള്ളവർക്കും ജാമ്യം ലഭിച്ചു. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് ഒരേ കുടുംബത്തിലെ 6 പേർ സമാന സാഹചര്യത്തിൽ മരിച്ചത്. അന്നത്തെ വടകര റൂറൽ SP KG സൈമൺ, ക്രൈംബ്രാഞ്ച് DYSP ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചതോടെ ബുദ്ധിവൈകല്യമുള്ള മകളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ വലയുകയാണ് തിരുവനന്തപുരം ആനേര സ്വദേശി രവീന്ദ്രൻ നായർ. സർക്കാരോ സന്നദ്ധ സംഘടനകളോ കനിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വീട്ടിൽ തുടരാനാകൂ. ജന്മന ബുദ്ധിവൈകല്യമുണ്ടെങ്കിലും 28-കാരിയായ ആശയ്ക്ക് ചില കാര്യങ്ങൾ അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് ആകെയുള്ള ഈ വീട്ടിൽ നിന്നിറങ്ങണം. 2012-ലാണ് ആനേർ സ്വദേശി രവീന്ദ്രൻ നായർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുക്കുന്നത്. തിരിച്ചടവുകൾ മുടങ്ങി ഇപ്പോഴത് 4.5 ലക്ഷമായി. എനിക്ക് ചെറിയൊരു ഹോട്ടൽ ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം കൂടെ എടുത്താണ് കാര്യങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഈ കൊറോണ ആയപ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കുകയാണ്. വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചതോടെ സ്ഥലം MLAയും മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ കണ്ടു. തൽക്കാലം ജപ്തി നടപടികൾ ഉണ്ടായില്ല. എന്നാൽ മൊറട്ടോറിയം കാലാവധി കഴിയുന്നതോടെ ജപ്തി ചെയ്യുമെന്നാണ് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിനിടെ കഴിഞ്ഞ വർഷം ആശയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തി. മരുന്നിനായി മാസം 2000-ഓളം രൂപ വേണം. ഹോട്ടൽ ജീവനക്കാരനായിരുന്ന രവീന്ദ്രൻ നായർക്ക് കോവിഡ് കാലമായതോടെ പണിയില്ലാതായി. ഞാൻ ബാങ്കിൽ പോകില്ലെന്നപ്പോൾ വിളിപ്പിച്ചപ്പോഴത്തേക്ക് പോയപ്പോൾ എന്നെ ഒരുപാട് അങ്ങ് വഴക്ക് പറഞ്ഞിട്ട് നമ്മളാവശ്യത്തിനെടുത്തല്ലേന്നും പറഞ്ഞുകൊണ്ട് മോളെ തുണ്ടോളും എല്ലാം കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ഞാൻ പുതുക്കി വെക്കുകയെന്ന് പറഞ്ഞു. പുതുക്കി വയ്ക്കാൻ എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ല. പുതുക്കണമെങ്കിലും രൂപ കുറേ ആവും. ഒരിക്കൽ പുതുക്കി വെച്ചാൽ നമുക്ക് കഷ്ടം ഉണ്ടായിരുന്നു അത്രയ്ക്ക്. ആകെയുള്ള 4 സെന്റ് ഭൂമിയിൽ നിന്ന് ഇവർ തെരുവിലിറങ്ങാതിരിക്കാൻ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ ചൊക്ലി ഒളിവിലത്ത് BJP പ്രവർത്തകൻ വെട്ടേറ്റു. പ്രേമൻ എന്ന പ്രവർത്തകന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കാലിനും വയറിനും വെട്ടേറ്റു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. ലോക്ക്ഡൗൺ കാലം മുതൽ ഫലപ്രദമായി വിനിയോഗിച്ച ഒട്ടേറെ പേരുണ്ട്. അതിൽ ഒരാളാണ് മലപ്പുറം ജില്ലയിലെ വെറ്റിലപ്പാറ സ്വദേശിയായ കെള്ളിക്കാട് കുര്യാക്കോസ്. വീടിന് പിന്നിലെ 2.5 ഏക്കർ സ്ഥലത്ത് കുര്യൻ വിതച്ച കരനെൽ വിളവെടുപ്പിന് ഒരുങ്ങി.
ഒഴിവു സമയം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ലോക്ഡൌൺ കാല ആഹ്വാനം പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയാണ് കുര്യാക്കോസ് മാതൃകയായത്. വീടിന് പിന്നിലുള്ള 2.5 ഏക്കർ കൃഷിയോഗ്യമാക്കുകയായിരുന്നു ആദ്യ ശ്രമം. മക്കളായ ജിൻസ് കുര്യനും പ്രിയ കുര്യനും മരുമകൾ അമൽദയും കൂടെ ചേർന്നു മണ്ണൊരുക്കി. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഉമാവിത്താണ് വിതച്ചത്. 25 കിലോ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. 116 ദിവസം കൊണ്ട് കതിരു കൊയ്യാൻ പാകമായി. വിത്ത് വിതയ്ക്കൽ, കളയ്ക്കൽ, കളപറിക്കൽ, വളവിടിയിലൊക്കെ സ്വന്തമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു സമ്മിശ്ര കൃഷിയാണ് നടത്തിയിട്ടുള്ളത്. ജൈവവളം മാത്രം ഉപയോഗിച്ചായിരുന്നു കൃഷി. വളമായി പച്ചിലകൾക്ക് പുറമെ വേപ്പിൻ പിണ്ണാക്കും ചാണകവും മണ്ണിര കമ്പോസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ വെള്ളരിയും വെണ്ടയും ചീരയും പയറും മത്തനും കപ്പയും കുര്യന്റെ പറമ്പിൽ വിളഞ്ഞുകഴിഞ്ഞു. ഏറെ വൈകാതെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കൊയ്ത്തുത്സവം നടത്താനാണ് ആലോചന. കർഷക സംഘം അരീക്കോട് ഏരിയ സെക്രട്ടറി കൂടിയാണ് കുര്യാക്കോസ്. ന്യൂസ് 18 മലപ്പുറം. കൊച്ചി കാര്യം. എറണാകുളം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം കാത്ത് ലാബിന് ഇനി പുതിയ മുഖം. വിശ്രമമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് കാത്ത് ലാബ് ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ 100 കണക്കിന് രോഗികൾക്കാണ് ജനറൽ ആശുപത്രിയിൽ ദിവസവും ചികിത്സ നൽകുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാർഡിയോളജി വിഭാഗം കാത്ത് ലാബിൽ മാത്രം ഇതുവരെ 12,000-ലധികം പേർക്ക് ചികിത്സ നൽകി കഴിഞ്ഞു. എന്നാൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് സൗകര്യങ്ങളുടെ കുറവുണ്ടായിരുന്നു. റോട്ടറി ഇന്റർനാഷണൽ 35 ലക്ഷവും ഇന്നർ വീൽ ക്ലബ്ബ് ഓഫ് കൊച്ചിൻ വെസ്റ്റ് 5 ലക്ഷം രൂപയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകി. ഹൃദ്രോഗ വിഭാഗം രോഗികൾക്കൊപ്പമുള്ളവർക്ക് വിശ്രമകേന്ദ്രം, ശുചിമുറി തുടങ്ങിയവ നിർമ്മിച്ചു. കൈകളിലൂടെ നടത്തുന്ന റേഡിയൽ ആൻജിയോഗ്രാഫി അത് നടത്തുന്ന അന്നേ ദിവസം തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ അയക്കാവുന്ന റേഡിയൽ ആൻജിയോഗ്രാഫി സ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാമൂഹിക സേവന രംഗത്ത് സജീവമാണ് ഇന്നർ വീൽ ക്ലബ്ബ് ഓഫ് കൊച്ചിൻ വെസ്റ്റ്. 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണ ജനറൽ ആശുപത്രിക്ക് സഹായമൊരുക്കിയത്. കാത്ത് ലാബിൽ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടെന്ന് അറിയുകയും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത BJP മുൻ IT സെൽ കോർഡിനേറ്റർ അറസ്റ്റിൽ. BJP ആലത്തൂർ മണ്ഡലത്തിലെ IT സെൽ കോർഡിനേറ്റർ ആയിരുന്ന പെരുങ്കുളം സ്വദേശി അശ്വിൻ മുരളിയാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് മുരളിയെ പിടികൂടിയത്. ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും പിടിച്ചെടുത്തു.